نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد أن لا إله إلا الله واشهد أن محمدا عبده ورسوله يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور الأخوة والأخوات أوصيكم أولا بتقوى الله ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവും സർവ്വലോക പരിപാലകനും സകല അനുഗ്രഹങ്ങളുടെ ദാതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് വിലക്കിൽ നിന്ന് വിട്ടുനിന്ന് ജീവിതത്തെ ഭക്തി നിർഭരമായി മുന്നോട്ട് നയിക്കണമെന്ന് അമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, വിശ്വാസികളാണ്. ഈമാനുള്ള ആളുകളെയാണ് മുഅ്മിനീങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈമാനിന്റെ കേന്ദ്രമെന്ന് പറയുന്നത് ഹൃദയമാണ്. ഈമാൻ എന്നത് നമ്മുടെ ഹൃദയത്തിൽ വളരുന്ന ഒരു കുഞ്ഞു ചെടിയാണ്. പരിശുദ്ധ ഖുർആനിൽ ഞാൻ ഓതി വെച്ച വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തെ പറ്റി പറഞ്ഞത് ചിന്തിക്കുന്ന ഹൃദയങ്ങൾ എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം ഉയരാം, നമ്മൾ ചിന്തിക്കുന്നത് തലച്ചോറ് കൊണ്ടല്ലേ? ശരിയാണ്, ചിന്തിക്കുന്നത് തലച്ചോറ് കൊണ്ട് തന്നെയാണെങ്കിലും തീരുമാനമെടുക്കുന്ന വിഷയത്തിൽ ഹൃദയത്തിന് വലിയ പങ്കുണ്ട്. കാരണം അവിടെയാണ് കരുണയുള്ളത്, അവിടെയാണ് അലിവുള്ളത്, ദയയുള്ളത്, അവിടെയാണ് വിട്ടുവീഴ്ചയുള്ളത്, വിനയമുള്ളത്, അവിടെയാണ് സ്നേഹമുള്ളത്, അവിടെയാണ് ഉൾക്കാഴ്ചയുള്ളത്. അതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കുന്ന വിഷയത്തിൽ നമ്മുടെ ഹൃദയത്തിന് വലിയ പങ്കുണ്ട്. നമ്മുടെ ബ്രെയിൻ നമുക്ക് ഇൻഫർമേഷൻ നൽകുമ്പോൾ, നമ്മുടെ തലച്ചോറ് നമുക്ക് അറിവ് നൽകുമ്പോൾ, നമ്മുടെ ഹൃദയം നമുക്ക് ഡയറക്ഷൻ നൽകും, വഴി കാണിക്കും ഏറ്റവും നല്ലതിലേക്ക്.
ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഫോണിൽ ശക്തിയേറിയ പ്രോസസ്സർ ഉണ്ടെങ്കിലും ആ ഫോൺ പ്രവർത്തിക്കുന്നത്, അതിന്റെ പ്രവർത്തനം എങ്ങനെയാകുമെന്ന് തീരുമാനിക്കുന്നത് അതിലെ സോഫ്റ്റ്വെയറാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പൊ ശക്തമായ പ്രോസസ്സർ ഉണ്ടെങ്കിലും അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റോങ് ആണെങ്കിൽ, ശരിയായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആ മൊബൈലിന്റെ പ്രവർത്തനം ഒരിക്കലും സുഗമമാവില്ല. അപ്പൊ നമുക്ക് വലിയ ബുദ്ധിയുണ്ട്, അറിവുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതം നന്മ നിറഞ്ഞതാവില്ല, അള്ളാഹുവിനനുസരിക്കുന്നതും തഖ്വ നിറഞ്ഞതുമാവില്ല. അതായി തീരണമെങ്കിൽ നമ്മുടെ ഈ തലച്ചോറിലുള്ള ഈ അറിവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. ഹൃദയം മാറുമ്പോഴാണ് മനുഷ്യൻ മാറുന്നത്, മനുഷ്യൻ നന്നാവുന്നത്. ഇപ്പൊ സ്ഥിരമായി പുകവലിക്കുന്ന ഒരാൾ, അപ്പൊ അയാൾക്ക് അറിയാഞ്ഞിട്ടല്ല ഇത് എന്റെ ശരീരത്തിന് കേടാണ്, അപകടമാണ് എന്ന് അറിയാത്തത് കൊണ്ടല്ല അയാൾ പുകവലിക്കുന്നത്. അപ്പൊ അയാൾ ആ വലിക്കുന്ന ആ സിസറിന്റെ കൂടിന്റെ പുറത്ത് തന്നെ ഇത് ക്യാൻസറിന് കാരണമാകുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ആ ക്യാൻസറിന്റെ ഭീകര ചിത്രം അതിന്റെ മേൽ പതിച്ചിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ അവഗണിച്ച് അതിൽ നിന്ന് സിസർ എടുത്ത് ഈ പറഞ്ഞ ഈ ഭീകരമായ ചിത്രത്തിൽ തന്നെ ഒരു കുത്തുകുത്തി ലൈറ്ററൊക്കെ എടുത്ത് കത്തിച്ചു വലിക്കും. അവന്റെ ബുദ്ധിയിൽ ഇതെനിക്ക് എന്റെ ശരീരത്തിന് മാരകമാണ് എന്ന് അറിയാത്തത് കൊണ്ടല്ല, അവനെ ആ അറിവ് തടയുന്നില്ല. കാരണം ആ അറിവ് അവന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. എന്നാൽ കാലം മുന്നോട്ട് പോയി, അവൻ അസുഖം വന്നു, മരണത്തോട് മുഖാമുഖം കാണുന്ന സന്ദർഭമുണ്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ ഇനിയും കുറച്ചു കാലം കൂടി ജീവിക്കണമെന്ന വല്ലാത്ത ആഗ്രഹം മനസ്സിൽ നിറയുമ്പോൾ ഡോക്ടറോട് പറയുന്നൊരു വർത്തമാനമുണ്ട്. അവന്റെ ഡോക്ടർ എത്രയോ പ്രാവശ്യം അവനോട് പറഞ്ഞിട്ടുണ്ട് ഇത് നിർത്താൻ, പക്ഷെ അന്നൊന്നും അവൻ കേട്ടിട്ടില്ല. എന്നാൽ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ അവൻ ഡോക്ടറോട് പറയുന്നത്, ഡോക്ടറെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമോ? ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇനി പുകയില ഉൽപ്പന്നങ്ങളൊന്നും കൈകൊണ്ട് തൊടില്ല. അവനാ പറയുന്നത് അവന്റെ ഹൃദയത്തിൽ തട്ടിയാണ്. അപ്പോഴാണ് അവന്റെ തലച്ചോറിൽ നിന്ന് ഹൃദയത്തിലേക്ക് ആ വിജ്ഞാനം ഇറങ്ങിയത്. അപ്പൊ നമ്മൾ നന്നാവുന്നത്, നമ്മൾ മാറുന്നത് നമ്മുടെ ഹൃദയം മാറുമ്പോഴാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ശരീരത്തിൽ ഒരു മുളഅത്തുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നാകും, അത് നാശമായാൽ ശരീരം മുഴുവനും നാശമാകും. എന്നിട്ട് പറഞ്ഞു, അലാ വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം. അപ്പൊ നമ്മുടെ ഹൃദയം നന്നാവണം, നന്മ നിറഞ്ഞതാകണം, ഈമാൻ നിറഞ്ഞതാവണം, തഖ്വ നിറഞ്ഞതാവണം. അതിനെന്തുണ്ട് മാർഗം? ആ ഹൃദയത്തിലേക്ക് ചെല്ലുന്നത് നല്ലതാവണം. അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് 3 വഴിക്കാണ്. ഒന്ന്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ചിന്താഗതികൾ, അത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കും. അതുപോലെ തന്നെ നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നതൊക്കെ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കും. ഉത്ബോധനങ്ങൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ നിറയാനും നമ്മുടെ ജീവിതത്തിൽ തഖ്വയുണ്ടാകാനും കാരണമാണ്. പക്ഷെ എങ്ങനെ കേൾക്കണം? ശ്രദ്ധാപൂർവം, വിനയത്തോടുകൂടി, അഹങ്കാരം മാറ്റിവെച്ച് നമ്മൾ കേൾക്കണം. ഇതെന്റെ റബ്ബിന്റെ വചനങ്ങളാണ്, ആ റബ്ബ് നിയോഗിച്ച ദൂതൻ ഞങ്ങളെ പഠിപ്പിച്ച കാര്യമാണ് ഇത് എന്ന് ചിന്തിച്ച് ആ ഒരു ആദരവോടെ, ആ ഒരു ബഹുമാനം നൽകി ആത്മാർത്ഥതയോടുകൂടി ദീനിന്റെ ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോഴാണ്, അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാവുക. അത്തരത്തിൽ ഉത്ബോധനങ്ങൾ കേൾക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുമായുള്ള നമ്മുടെ ബന്ധം സുദൃഢമാകാനും അല്ലാഹുവിന്റെ തൃപ്തി, അല്ലാഹുവിന്റെ സഹായം, അല്ലാഹുവിന്റെ അനുഗ്രഹം ഇത് ഇരലോകത്തും നമുക്ക് നേടിത്തരാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ മേൽ നിർബന്ധമായും 5 നേരം നിർവഹിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ച നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുമ്പ് സൂചിപ്പിച്ചു വന്നിരുന്നത്. അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത് സുജൂദിനെ കുറിച്ചാണ്. സുജൂദിന്റെ മഹത്വത്തെക്കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അത് നിർവഹിക്കേണ്ട രൂപത്തെക്കുറിച്ച്, ആ സുജൂദിന്റെ ആത്മാവിനെ കുറിച്ച്, റൂഹിനെ കുറിച്ചൊക്കെയാണ് മുമ്പ് സൂചിപ്പിച്ചത്. ഇനി ആ സുജൂദിൽ ചെല്ലാനായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അനേകം പ്രാർത്ഥനകളുണ്ട്. അവ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ തുടക്കത്തിൽ പരിശോധിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഒരടിമ അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിലാണ്. ഈ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫക്ഫിറു അദ്ദുആ, അതുകൊണ്ട് തന്നെ ആ സുജൂദിന്റെ വേളയിൽ നിങ്ങൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം.
പലപ്പോഴും നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ സുജൂദ്, നമ്മുടെ റുക്കൂ ഇതൊക്കെ യാന്ത്രികമായി പോകാറുണ്ട്. ഒരു സ്വിച്ച് ഇട്ടാൽ ഫാന് കറങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉപകരണം വർക്ക് ചെയ്യുന്നത് പോലെ യാന്ത്രികമായി പോകാറുണ്ട് പലപ്പോഴും നമ്മുടെ നമസ്കാരം, അതിലെ സുജൂദുകൾ, റുക്കൂകൾ. ഈ ഒരു അവസ്ഥ മാറാൻ, നമ്മുടെ സുജൂദ് ജീവസുറ്റതാകാൻ, ആത്മാവുള്ളതായി തീരാൻ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങളിലൊന്നാണ് അതിലെ പ്രാർത്ഥനകൾ വ്യത്യസ്തമാക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും അതിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്ത പ്രാർത്ഥനകൾ പഠിപ്പിച്ചിരിക്കും. ഇപ്പൊ നമസ്കാരം തുടങ്ങുമ്പോൾ തന്നെ റുകൂഇൽ ഇന്ന് ഈ പ്രാർത്ഥന ചൊല്ലാം, അല്ലെങ്കിൽ സുജൂദിൽ ഇന്ന പ്രാർത്ഥനയാകാം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സും അങ്ങനെ ഒരു തയ്യാറെടുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമസ്കാരം ശ്രദ്ധയുള്ളതാകാൻ, ഭക്തിയുള്ളതാകാൻ അത് സഹായിക്കും. അതിനുകൂടിയാണ് വ്യത്യസ്ത പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, ദിക്റുകൾ ഏതൊക്കെയെന്ന് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ 12ഓളം പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്നതായി കാണാം. അതിലൊന്ന് നമുക്കൊക്കെ പരിചയമുള്ള പ്രാർത്ഥനയാണ് സുബ്ഹാന റബ്ബിയൽ അല. സുബ്ഹാൻ, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ന്യൂനതയിൽ നിന്നും പരിശുദ്ധനാണ്, എല്ലാ പോരായ്മയിൽ നിന്നും പരിശുദ്ധനാണ്. സൃഷ്ടികളെ ബാധിക്കുന്ന ഒരു ന്യൂനതയും അല്ലാഹുവിനെ ബാധിക്കുകയില്ല. സൃഷ്ടികളുമായി സമപ്പെടുന്നതിന് തൊട്ട് അല്ലാഹു പരിശുദ്ധനാണ്. അല്ലാഹുവിന്റെ ഗുണങ്ങളിൽ എന്തെങ്കിലും കുറവ് വരുന്നതിന് തൊട്ടും അല്ലാഹു പരിശുദ്ധനാണ്. അതുപോലെ അവന് സമന്മാരുണ്ടാവുക, അവന് പുറമെ ആരാധനക്കർഹരായി മറ്റുള്ളവരുണ്ടാവുക എന്നതിനെ തൊട്ടും അല്ലാഹു പരിശുദ്ധനാണ്. സുബ്ഹാന റബ്ബിയൽ അല എന്ന് പറയുമ്പോൾ അത്യുന്നതനായ എന്റെ റബ്ബ് പരിശുദ്ധനാണ് എന്നുള്ളതാണ് ആ സുജൂദിൽ കടന്ന് നമ്മുടെ നെറ്റിത്തടം ഏറ്റവും താഴെ നമ്മുടെ കാല് വെക്കുന്നിടത്ത് വെച്ച് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അല്ലാഹുവേ, നിന്റെ ഔന്നിത്യത്തിന്റെ മുന്നിൽ ഞാൻ എത്രയോ ചെറുതാണ് എന്നൊരു മനസ്സുകൂടി ആ സന്ദർഭത്തിൽ വരേണ്ടതുണ്ട്. രണ്ടാമത്തെ പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ സുജൂദിലും റുകൂഇലും ധാരാളമായി ചൊല്ലിയിരുന്ന മറ്റൊരു പ്രാർത്ഥനയുണ്ട്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. സുബ്ബൂഹ്, ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമാണ്. അവൻ സർവ്വദോഷങ്ങളിൽ നിന്നും പരിശുദ്ധനാണ്, സർവ്വ ന്യൂനതയിൽ നിന്നും പരിശുദ്ധനാണ്. റബ്ബുൽ മലായികതി വറൂഹ്, ജിബ്രീലിന്റെ മലക്കുകളുടെ രക്ഷിതാവാണവൻ. അപ്പൊ ജിബ്രീലിന്റെ മലക്കുകളുടെ രക്ഷിതാവായ അല്ലാഹു പരമപരിശുദ്ധനാണ് എന്നുള്ളതാണ് അതിലടങ്ങിയ ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലെ സൃഷ്ടികളുടെ മാത്രം റബ്ബല്ല, ആകാശങ്ങളിലെ അവിടെ വസിക്കുന്ന ആളുകളുടെയും റബ്ബാണ് എന്ന ആശയം കൂടി അതിലടങ്ങിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ചൊല്ലിയിരുന്ന, തന്റെ അവസാന കാലത്തൊക്കെ ധാരാളമായി ആവർത്തിച്ച് ചൊല്ലിയിരുന്ന ദിക്റും പ്രാർത്ഥനയുമാണ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഉഗ്ഫിർലി. ഈ പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ സുജൂദിലും റുകൂഇലും വർദ്ധിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. സൂറത്തുൻ നസ്ർ അവതരിച്ചപ്പോൾ ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനോട് കൽപ്പിക്കാൻ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തിയാൽ, വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് കടന്നു വരുന്ന ആ കണ്ണിനെ കുളിർപ്പിക്കുന്ന കാഴ്ച നീ കാണുകയും ചെയ്താൽ, ഫസബ്ബിഹ്, നീ നിന്റെ റബ്ബിനെ പ്രകീർത്തിക്കണം, പരിശുദ്ധപ്പെടുത്തണം. ബിഹംദിക, അവനെ സ്തുതിക്കുന്നതോടൊപ്പം, ബിഹംദി റബ്ബിക, നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം, വസ്തഗ്ഫിർ, അവനോട് പാപമോചനം തേടുകയും ചെയ്യണം. ഇന്നഹു കാന തവ്വാബ, തീർച്ചയായും അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. അപ്പം മക്കം ഫത്ഹ്, അങ്ങനെ മക്ക മുസ്ലിമീങ്ങൾക്ക് കീഴടങ്ങി മദീന മുസ്ലിമീങ്ങൾക്ക് അധീനമായി ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനോട് കൽപ്പിക്കുകയാണ്, ഈ അനുഗ്രഹത്തിന് നന്ദി സൂചകമായി അല്ലാഹുവിനെ ധാരാളമായി വാഴ്ത്തണം, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കണം, അല്ലാഹുവിനെ സ്തുതിക്കണം, റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടണം. അല്ലാഹുവിന്റെ കൽപ്പനയുടെ പൂർത്തീകരണമായി പിന്നീടുള്ള തന്റെ ജീവിതത്തിൽ റുകൂഇലും സുജൂദിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന, ഈ പറഞ്ഞ ദിക്ർ ചൊല്ലി എന്ന് ഹദീസുകളിൽ കാണാം. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ, ഞങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധൻ, വബിഹംദിക, നിന്നെ സ്തുതിക്കുകയാണ്, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. അല്ലാഹുമ്മ ഉഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ. ഇപ്പൊ ധാരാളമായി റുകൂഇലും സുജൂദിലും ചൊല്ലാവുന്ന അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നാണത്. ഇനി അഞ്ചാമത്തത്
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പ്രാർത്ഥിച്ചിരുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു വഅൻത റബ്ബി സജദ വജ്ഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു ഫഅഹ്സന സൂറതഹു വശക്ക സമഅഹു വബസറഹു. അല്ലാഹുമ്മ ലക സജദ്തു, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ സുജൂദ് ചെയ്തിരിക്കുന്നു. വബിക ആമൻതു, നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വലക അസ്ലംതു, നിനക്കാണ് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നത്. വഅൻത റബ്ബി, റബ്ബേ നീയാണ് എൻ്റെ റബ്ബ്, നീയാണ് എൻ്റെ രക്ഷിതാവ്. സജദ വജ്ഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു ഫഅഹ്സന സൂറതഹു വശക്ക സമഅഹു വബസറഹു. എൻ്റെ മുഖം അതിനെ സൃഷ്ടിക്കുകയും രൂപപ്പെടുത്തുകയും ഏറ്റവും നല്ല രൂപത്തിലാക്കുകയും ചെയ്ത അതിന് കേൾവിയും കാഴ്ചയും നൽകുകയും, കേൾവിയെ കീറി കാഴ്ചയെ കീറി എന്നുള്ള പ്രയോഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കാഴ്ച ഇവിടെ ഒരു കീറല, കേൾവി ഇവിടെ ഒരു കീറല. ഇങ്ങനെ കാഴ്ചയും കേൾവിയും നൽകിയ റബ്ബിന് ഞാൻ സുജൂദ് ചെയ്തിരിക്കുന്നു. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് അല്ലാഹു അനുഗ്രഹ സമ്പൂർണനാണ്. ആറാമതായി അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ ചൊല്ലിയിരുന്ന മറ്റൊരു പ്രാർത്ഥന അല്ലാഹുമ്മ ഉഗ്ഫിർലി ദംബി കുല്ലഹ്, അല്ലാഹുവേ എൻ്റെ എല്ലാ പാപങ്ങളും എനിക്ക് പുറത്തു തരണേ. ദിഖഹു വജില്ലഹു, ചെറുതും വലുതും, അതുപോലെ തന്നെ വഅവ്വലഹു വആഖിറഹു, ഞാൻ ആദ്യം ചെയ്തതും അവസാനം ചെയ്തതും, വഅലാനിയതഹു വസിറഹു, ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതുമായ എല്ലാ പാപങ്ങളും അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്നുള്ളതാണ് ആ പ്രാർത്ഥനയിൽ അടങ്ങിയ ആശയം. ഏഴാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ പ്രാർത്ഥിച്ചിരുന്ന മറ്റൊരു പ്രാർത്ഥന അല്ലാഹുമ്മ ഉഗ്ഫിർലി മാ അസ്റർതു വമാ അലൻതു, അല്ലാഹുവേ ഞാൻ രഹസ്യമാക്കിയതും പരസ്യമാക്കിയതുമായ പാപങ്ങൾ എനിക്ക് പുറത്തു നൽകണമേ. അല്ലാഹുവേ അതൊക്കെ മറച്ചു വെക്കണമേ, അത് നാളെ നരകത്തിൽ ചെന്നു ചേരാനുള്ള കാരണമാക്കരുതേ എന്ന ഹൃദയം നിറഞ്ഞ തേട്ടമാണത്. നീ എട്ടാമത്തെ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ ചൊല്ലിയിരുന്ന മറ്റൊരു ദിക്ർ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക, അല്ലാഹുവേ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ആരാധനക്കർഹനായി ഒരുവനുമില്ല, ഒരു വലിയുമില്ല, ഒരു ശൈഖുമില്ല, ഒരു സൃഷ്ടിയുമല്ല, ഒരാളുമില്ല നീയല്ലാതെ ആരാധനക്കർഹനായി. നീ മാത്രമാണ് ആരാധനക്ക് അർഹനായിട്ടുള്ളത്. ഒമ്പതാമത്തെ പ്രാർത്ഥന സുബ്ഹാന ദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അളമ, സർവാധിപത്യത്തിന്റെയും ആകാശഭൂമികളിലെ മുഴുവൻ അധികാരത്തിന്റെയും അഹംഭാവമില്ലാത്ത മഹത്വത്തിന്റെയും ഗാംഭീര്യത്തിന്റെയും ഉടമയായ അല്ലാഹു എത്ര പരിശുദ്ധൻ എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധി അങ്ങേയറ്റം വാഴ്ത്തുന്ന ദിക്റാണ്. പത്താമത്തെ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ ചൊല്ലിയിരുന്ന മറ്റൊരു പ്രാർത്ഥന അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വജഅൽ ഫീ സമഈ നൂറാ വജഅൽ ഫീ ബസരി നൂറാ വജഅൽ മിൻ തഹ്തി നൂറാ വജഅൽ മിൻ ഫൗഖി നൂറാ വഅൻ യമീനി നൂറാ വഅൻ യസാരി നൂറാ വജഅൽ അമാമി നൂറാ വജഅൽ ഖൽഫി നൂറാ വഅഅ്ളിം ലീ നൂറാ. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തിൽ നീ പ്രകാശമുണ്ടാക്കണമേ, എൻ്റെ ഹൃദയത്തെ ഈമാനിന്റെ ഹിദായത്തിന്റെ നൂറ് കൊണ്ട് നിറയ്ക്കണമേ. വജഅൽ ഫീ സമഈ നൂറാ, എൻ്റെ കേൾവിയിൽ പ്രകാശം നൽകണമേ, നല്ലത് കേൾക്കാൻ അത് ഉൾക്കൊള്ളാനുള്ള സൗഭാഗ്യം എനിക്ക് നൽകണമേ. വജഅൽ ഫീ ബസരി നൂറാ, അല്ലാഹുവേ എൻ്റെ കാഴ്ചയിൽ വെളിച്ചം നൽകണേ, അല്ലാഹുവേ നല്ലത് കാണാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അതിനുള്ള തൗഫീഖ് എനിക്ക് നൽകണേ. വജഅൽ മിൻ തഹ്തി നൂറാ, അല്ലാഹുവേ എൻ്റെ താഴ്ഭാഗത്ത് നിന്ന് വെളിച്ചം നൽകണേ. വജഅൽ മിൻ ഫൗഖി നൂറാ, എൻ്റെ മുകൾ ഭാഗത്ത് നിന്നും ഹിദായത്തിന്റെ നൂറ് നൽകണേ. വഅൻ യമീനി നൂറാ, എൻ്റെ വലതു ഭാഗത്ത് നിന്നും വെളിച്ചം നൽകണേ. വഅൻ യസാരി നൂറാ, എൻ്റെ ഇടതു ഭാഗത്ത് നിന്നും വെളിച്ചം നൽകണേ. വജഅൽ അമാമി നൂറാ, എൻ്റെ മുൻഭാഗത്ത് നിന്നും വെളിച്ചം നൽകണേ. വജഅൽ ഖൽഫി നൂറാ, എൻ്റെ പിറകു ഭാഗത്ത് നിന്നും എനിക്ക് വെളിച്ചം നൽകണേ. വഅഅ്ളിം ലീ നൂറാ, അല്ലാഹുവേ ആ ഒരു പ്രകാശത്തെ എനിക്ക് വലുതാക്കുകയും ചെയ്യണേ. ആ പ്രകാശത്തിന്റെ ആ ഹിദായത്തിന്റെ ആ വെളിച്ചത്തിൽ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ അർത്ഥത്തിലും ആ വെളിച്ചത്തിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന മഹത്തായ പ്രാർത്ഥനയാണ് സുജൂദിൽ അല്ലാഹുവിന്റെ റസൂൽ നടത്തുന്നത്. ഇതേ പ്രാർത്ഥന മസ്ജിദിലേക്ക് നടന്നു വരുന്ന സന്ദർഭത്തിലും അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചതായി ഹദീസുകളിൽ കാണാം. ഇനി 11ാമത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ അഊദു ബിരിളാക മിൻ സഖതിക്
അല്ലാഹുവേ നിന്റെ കോപത്തിൽ നിന്ന് നിന്റെ തൃപ്തിയെ കൊണ്ട് ഞാൻ അഭയം തേടുകയാണ്. വബിമുആഫാതിക മിൻ ഉഖൂബതിക, അല്ലാഹുവേ നിന്റെ ശിക്ഷയിൽ നിന്ന് നിന്റെ മാപ്പ് നൽകൽ കൊണ്ട് ഞാൻ അഭയം തേടുകയാണ്. വഅഊദു ബിക മിൻക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ലാ ഉഹ്സി സനാഅൻ അലൈക, നിനക്ക് മേലുള്ള സ്തുതി എനിക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കൂല. നിന്നെ എത്ര വാഴ്ത്തണം, എത്ര വാഴ്ത്തിയാലാണ് മതിയാകുക, നിന്നെ എത്ര സ്തുതിച്ചാലാണ് മതിയാകുക എന്നുള്ളത് എനിക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അത്ര ഉന്നതമായ സ്തുതിക്കർഹനാണ് നീ. അൻത കമാ അസ്നൈത കമാ അസ്നൈത അലാ നഫ്സിക, നീ നിന്നെ സ്തുതിച്ചതുപോലെയാണ് നീ, അതുപോലെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഇതൊക്കെ സുജൂദിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്ന ദുആകളാണ്, ദിക്റുകളാണ്. ഈ ദിക്റുകൾ ഇതൊക്കെ പഠിച്ച് നമ്മുടെ സുജൂദിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മൾ ഇങ്ങനെ വ്യതിരിക്തമാക്കുമ്പോൾ നമ്മുടെ സുജൂദ് ജീവനുള്ളതായി തീരും, ഭക്തി നിർഭരമായി തീരും. അതിന്റെ അർത്ഥവും ആശയങ്ങൾ കൊണ്ട് നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ അതിനുകൂടി വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ വ്യത്യസ്ത പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇനി പ്രിയമുള്ളവരെ, സുജൂദ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് അതിന്റെ ഇടയിലുള്ള ഇരുത്തമാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലേക്ക് നമ്മൾ വരുന്നു. എങ്ങനെയാണ് അതിന്റെ രൂപം? ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് അപ്പോൾ ഇരിക്കേണ്ടത്. എന്താണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം? അതെങ്ങനെയാണ്? ഇടതുകാൽ പരത്തി വെച്ച്, അങ്ങനെ പരത്തി വെക്കുന്നത് കൊണ്ടാണ് ആ ഇരുത്തത്തിന് ഇഫ്തിറാഷ് എന്ന അർത്ഥം, ആ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കപ്പെട്ടത്. ഇടതുകാൽ പരത്തി വെച്ച് അതിന്മേൽ ഇരിക്കുകയും വലതുകാൽ നിവർത്തി അത് കുത്തിവെച്ച് കാൽവീരലുകൾ ഖിബ്ലക്ക് നേരെ തിരിക്കുകയും ചെയ്യുക. കൈകൾ രണ്ടും നമ്മുടെ കാലിൽ വെക്കുകയും ചെയ്യുക. അബൂ ഹുമൈദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ നമസ്കാരത്തെ പറ്റി വിശദീകരിക്കുന്ന വേളയിൽ ഈ ഇരുത്തത്തെ പറ്റി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ജലസ അലാ റിജ്ലിഹിൽ യുസ്റ, അല്ലാഹുവിന്റെ റസൂൽ ഇടതുകാലിൽ ഇരുന്നു. വനസബ യുംന, എന്നിട്ട് വലതുകാൽ ഇങ്ങനെ കുത്തി നിർത്തി. വഅശ്റജ അസ്വാബിഅഹു ഫിൽ ഖിബ്ല, ആ വിരലുകൾ ഖിബ്ലക്ക് നേരെ തിരിക്കുകയും ചെയ്തു. അപ്പൊ നമ്മുടെ കാൽവിരലുകൾ ഖിബ്ലക്ക് നേരെയാകണം. അപ്പൊ അങ്ങനെ നമ്മുടെ കാൽവിരലുകൾ അല്ലെങ്കിൽ കാല് ഖിബ്ലക്ക് നേരെയാകേണ്ട സന്ദർഭങ്ങളിൽ ഒന്നാണത്. ഇപ്പൊ സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ കൈയിന്റെ വിരലും അതുപോലെ കാലിന്റെ വിരലും ഖിബ്ലക്ക് നേരെയാണ് വരേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഖിയാമിലും, നമസ്കരിക്കാനായി നിൽക്കുമ്പോഴും നമ്മളുടെ കാല് ഖിബ്ലക്ക് നേരെ ഇങ്ങനെയാണ് വരേണ്ടത്. പലപ്പോഴും ആളുകൾ ഇങ്ങനെ തെറ്റിച്ചാണ് വെക്കുക. അതാണ് നമുക്ക് സൗകര്യം, അതാണ് നമ്മുടെ പ്രകൃതം. അപ്പൊ അവിടുന്ന് ഖിബ്ലക്ക് നേരെയാക്കണമെങ്കിൽ അതിനൊരു ശ്രമം ആവശ്യമാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത്. അതിൽ വേറൊരു രഹസ്യം കൂടി അടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ സുഫ് ശരിയായ നിലയിൽ റെഡിയാക്കാൻ പറ്റും. അപ്പൊ സുഫ് എങ്ങനെയാണ് റെഡിയാക്കേണ്ടത്? സുഫ് റെഡിയാക്കേണ്ടത് ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കാലിന്റെ ഈ ഭാഗവും അതുപോലെ തന്നെ ഷോൾഡറുമാണ് ചേർന്ന് നിൽക്കേണ്ടത്. അത് അതേപോലെ ചേർന്ന് നിൽക്കണമെങ്കിൽ നമ്മുടെ കാൽപാദം ഖിബ്ലക്ക് നേരെ തിരിച്ചു വെച്ചാലേ സാധിക്കുകയോ. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെരിച്ചാണ് വെക്കുന്നതെങ്കിൽ അടുത്തയാൾ നമ്മുടെ കാലിന്റെ അടുത്തേക്ക് വന്നാൽ പിന്നെ അയാളുടെ കാല് നമ്മളുടെ ചെറുവിരലിന്റെ മേലെയാണ് ഉണ്ടാവുക. അത് സ്വാഭാവികമായിട്ടും പ്രയാസങ്ങൾ ഉണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും. അത് വഴക്കിനൊക്കെ കാരണമാകും. എത്രയോ സന്ദർഭങ്ങളിൽ ഇങ്ങനെ വഴക്ക് കൂടുന്നൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ എൻ്റെ നാട്ടിലെ മസ്ജിദിലേക്ക് നമസ്കരിക്കാൻ ചെന്നപ്പോൾ ഒരാൾ വന്ന് ഈ വിഷയത്തിൽ സങ്കടം പറഞ്ഞു. ഇതേപോലെ സുഫ് റെഡിയാക്കിയതാണ്, അടുത്തയാൾക്ക് പറ്റില്ല, അയാളുടെ കാലിന്മേൽ മറ്റേയാളെ കാല് കൊണ്ടു എന്നുള്ളതാണ് പരാതി. അയാൾ ചീത്ത പറഞ്ഞു, മറ്റേയാൾക്ക് അത് പറ്റിയില്ല, അയാൾ തിരിച്ചും ചീത്ത പറഞ്ഞു. അത് അടിയായി. ഇപ്പൊ നിസ്കരിക്കാൻ വന്നവരാണ്, ഒന്നാമത്തെ സുഫിൽ നിൽക്കുന്നവരാണ്. സുഫ് റെഡിയാക്കുന്ന പ്രശ്നം പറഞ്ഞവർ തമ്മിൽ തല്ലായി. ഇതിൽ ഒരാളുടെ ജ്യേഷ്ഠൻ അവിടെ നമസ്കരിക്കാൻ വന്നിട്ടുണ്ട്, അയാൾ അനിയന്റെ ഒപ്പം കൂടി. അങ്ങനെ അതൊരു വലിയ തല്ലും പ്രശ്നവുമായി മാറി. അപ്പൊ ഈ വിഷയത്തിൽ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. എന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സുഫ് റെഡിയാക്കണം എന്ന് പറഞ്ഞത്? വിശ്വാസികൾക്കിടയിൽ ഐക്യം ഊട്ടിയുറപ്പിക്കാനാണ്. അവരുടെ ഐക്യത്തിന്റെ ഒരുമയുടെ അടയാളമായിട്ട് പുറമെ നിന്നുള്ള ഒരാള് മുസ്ലിമീങ്ങൾ സംഘമായി നമസ്കരിക്കുന്നത് കാണുമ്പോൾ അവർ എത്ര ഒരുമയിലാണ് എന്ന് തോന്നുമാറ് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഐക്യവും ഒരുമയും ഊട്ടിയുറപ്പിക്കാനാണ്. അതാണ് അതിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. എന്നാൽ ആ ലക്ഷ്യം പറഞ്ഞു പഠിപ്പിച്ച അതേ കാര്യം വഴക്കിനും കച്ചറക്കും പിണക്കത്തിനും കാരണമായി. എന്തുകൊണ്ടാണത്? അതിന്റെ കാരണത്തിലൊന്ന് നമ്മുടെ കാൽപാദം നേരെ ഖിബ്ലക്ക് നേരെ വെക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ് സാന്ദർഭികമായി ഉണർത്തിയെന്ന് മാത്രം. അപ്പൊ നമ്മൾ റുക്കൂ ചെയ്യുന്ന വിഷയമാണ് പറയുന്നത്. അപ്പൊ റുക്കൂ ചെയ്യുമ്പോൾ
റുക്കോയിന്റെ അല്ല, ഇടയിലുള്ള ഇരുത്തത്തിന്റെ വിഷയമാണ് പറയുന്നത്. ഇടയിലുള്ള ഇരുത്തത്തിൽ നമ്മളുടെ വലതുകാൽ കുത്തി നിർത്തുക, അതുപോലെ തന്നെ ഈ ഇടതുകാലിൽ അത് പരത്തി വെച്ച് അതിന്മേൽ ഇരിക്കുക. ഇതാണ് ആ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട രീതി. അതുപോലെ തന്നെ അതിലൊന്ന് അനക്കമടങ്ങണം എന്നുള്ളത്. പെട്ടെന്ന് പോയി അപ്പം തന്നെ അനക്കമടങ്ങാതെ ഒരു നിമിഷം പോലും അതിലിരിക്കാതെ നമ്മളുടെ അംഗചലനങ്ങൾ നിൽക്കാതെ നേരെ സുജൂദിലേക്ക് വരിക എന്നുള്ളത് തെറ്റാണ്. കാരണം ഓരോ സന്ദർഭത്തിലും അനക്കമടങ്ങുക എന്നുള്ളത് നമ്മുടെ നമസ്കാരം ശരിയാകാനുള്ള റുക്കനുകളിൽ ഒന്നാണ്. അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇതിൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. അതിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ബൈന സജദതൈൻ, രണ്ട് സുജൂദുകൾക്കിടയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ ഉഗ്ഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിനി വർസുഖ്നി. അല്ലാഹുമ്മ ഉഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, വർഹംനി എന്നോട് കാരുണ്യം കാണിക്കണേ, വജ്ബുർനി എന്റെ കുറവുകൾ പരിഹരിക്കണമേ, വഹ്ദിനി എനിക്ക് നിർമാർഗം കാണിക്കണേ, വർസുഖ്നി എനിക്ക് റിസ്ഖ് നൽകണേ. റിസ്ഖ് എന്ന് പറഞ്ഞാൽ അതിൽ ശരീരത്തിന്റെ ഭക്ഷണം മാത്രമല്ല, ആത്മാവിന്റെ ഭക്ഷണം കൂടിയുണ്ട്. ആത്മാവിന്റെ ഭക്ഷണമാണ് അമലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ, ആരാധനകൾ. അതും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കിട്ടേണ്ട റിസ്ഖാണ്. ഇപ്പോൾ റിസ്ഖ് തേടുക എന്ന് പറഞ്ഞാൽ ദുനിയവിയായ കാര്യങ്ങൾ മാത്രമല്ല, അതിൽ ഉഖറവിയായ കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, കാന യഖൂലു ബൈന സജദതൈൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദുകൾക്കിടയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: റബ്ബി അഗ്ഫിർലി റബ്ബി അഗ്ഫിർലി. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കും: അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ. ഈ രണ്ട് രീതിയിലുള്ള പ്രാർത്ഥനകളാണ് ഹദീസുകളിൽ കാണുന്നത്. നീ ഇടയിലെ ഇരുത്തം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സുജൂദിലേക്ക് പോകും. ആ സുജൂദിൽ നിന്ന് പിന്നെ നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് എങ്ങനെയാണ് ഉയരേണ്ടത്? അതിൽ രണ്ട് രീതികൾ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. ഒന്ന് മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നത്: റഅൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ഫിൽ വിത്രി മിൻ സ്വലാത്തിഹി ലം യൻഹൽ ഹത്താ യസ്തവിയ ഖായിദൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയായ റക്അത്തുകളിൽ, ഇപ്പോൾ നമസ്കരിക്കുമ്പോൾ ഒറ്റയായ റക്അത്ത് പറഞ്ഞാൽ 1 പിന്നെ 3, ഇതിൽ നിന്ന് അടുത്ത റക്അത്തിലേക്ക് ഉയരുമ്പോൾ പൂർണ്ണമായി ഇരുന്നിട്ടല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ഇരുന്ന് എണീക്കുക, രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് ഒന്ന് ഇരുന്ന് എണീക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്ന ഒരു രീതിയാണ്. ഇപ്പൊ പ്രായമായ അതുപോലെ തന്നെ രോഗികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ സൗകര്യപ്രദമായ രീതി കൂടിയാണത്. മറ്റൊരു രീതി വാഇൽ ബിൻ ഹുജ്ർ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നത്: ഫലമ്മാ സജദ റഫഅ റഅസഹു ഫഖാമ വഅതമദ അലാ യദിഹി. അവിടെ ഇരിക്കലില്ല, നമ്മളുടെ കൈകളിൽ കുത്തി എണീക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ തലയുയർത്തി കൈകൾ കുത്തി എണീക്കുമായിരുന്നു. ഈ രണ്ട് രീതിയാണ് ഹദീസുകളിൽ കാണുന്നത്. ഇതിൽ രണ്ടിലേതും നമുക്ക് അനുവർത്തിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് പകർത്തുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. الحمدلله رب العالمين حمدا كثيرا طيبا باركا فيه اللهم صل وسلم على نبينا محمد اتقوا الله عباد الله. ആദരണീയരായ സത്യവിശ്വാസിനികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സട്ടാവും സർവ്വലോക പരിപാലകനുമായ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് വിലക്കിൽ നിന്ന് വിട്ടുനിന്ന് ജീവിതത്തെ ഭക്തി നിർഭരമായി മുന്നോട്ട് നയിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്നലെ നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നമ്മുടെ വോട്ടുകളൊക്കെ പെട്ടിയിലായി, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ മെഷീൻ്റെ ഉള്ളിലായി. അപ്പോൾ വോട്ട് പെട്ടിയിലായതോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും കൂടി കാരണത്താൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിഷയം പുനർപരിശോധിക്കണം. ജനാധിപത്യത്തിൽ രണ്ട് ചേരിയായി മത്സരിക്കുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. അപ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ആൾ ആരാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കാനൊക്കെ പറ്റും. പക്ഷേ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം നാടിന്റെ നന്മയും ഐക്യവും അതുപോലെ വികസനമൊക്കെ ആകണം. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നന്മയിൽ സഹകരിക്കുക എന്നുള്ളത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്.
വതആവനു അലൽ ബിർരി വത്തഖ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് കൽപ്പിച്ച കാര്യമാണ് നന്മയിൽ നിങ്ങൾ സഹകരിക്കണം, സഹായിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാക്കണം. ഇത് ഒരു വിദ്വേഷവും വെറുപ്പും ഉണ്ടാകാനുള്ള കാരണമായി മാറരുത്, ഐക്യം നഷ്ടപ്പെടാനുള്ള കാരണമാവരുത്. അതുപോലെ ഇനി നാളെ റിസൾട്ട് അറിയും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടീം ജയിക്കും, ഏതെങ്കിലും ഒരു ടീം തോൽക്കും. ഇത് സ്വാഭാവികമായിട്ട് രണ്ടു കൂട്ടരും ജയിക്കില്ലല്ലോ. ഇപ്പൊ ജയിച്ച ആളുകൾക്ക് ആഹ്ലാദം ഉണ്ടാവും, തോറ്റ ആളുകൾക്ക് വിഷമമുണ്ടാവും, സ്വാഭാവികമാണത്. എന്നാൽ ജയിച്ചത് മറ്റുള്ളവരെ തെറി പറയാനും അവരെ കുറ്റപ്പെടുത്താനും അവരെ പരിഹസിക്കാനുമുള്ള ഒരു ലൈസൻസ് ആയി മാറരുത്. പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരു പ്രകടനം നടക്കാറുണ്ട്. ഇത് തോറ്റ ആളുകളുടെ വീടിൽ മുമ്പിൽ നിന്ന് തെറി പറയാനും അതുപോലെ തന്നെ ചീത്ത വിളിക്കാനൊക്കെയുള്ള അവസരമാക്കി പലപ്പോഴും മാറ്റുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ആ വീട്ടിൽ നമ്മൾ തെറി വിളിക്കുന്ന ആൾ മാത്രമല്ലത്, അയാളുടെ ഉമ്മയുണ്ട്, അയാളുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവർക്കൊക്കെ ഇത് വലിയ വേദനയാവും. ഇതൊരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്ന പണിയല്ല. ഇതിപ്പോ ഞാൻ പറയാതെ തന്നെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ബുദ്ധിയിൽ അതുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മുടെ ബുദ്ധിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കൊള്ളണം എന്നില്ല. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. അപ്പോഴാണ് അത് ഈമാനും തഖ്വയായി മാറുക. അപ്പം അതിനാണ് നമ്മൾ ഇത് വീണ്ടും ആവർത്തിച്ച് ഉണർത്തുന്നത്. തെരഞ്ഞെടുപ്പിന്റെ മുമ്പും ഈ കാര്യം സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐക്യവും സ്നേഹവും നഷ്ടപ്പെടാൻ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ കാരണമാകരുത് എന്ന ജാഗ്രത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിൽ ഐക്യവും സ്നേഹവും എന്നൊന്നും നിലനിർത്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഉണർത്താനുണ്ട്. MSMന്റെ കീഴിൽ ജൻ എം എന്ന പേരിൽ 25, 26, 28 ദിവസങ്ങളിൽ വളരെ വിപുലമായ പ്രോഗ്രാമുകളോട് കൂടി നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. ഇതിന്റെ രജിസ്ട്രേഷൻ സമയമാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കളുടെ മനസ്സറിഞ്ഞ് അവതരിപ്പിക്കുന്ന പ്രോഗ്രാമുകളാണ്. അവരെ ധാർമ്മികമായും വിശ്വാസപരമായും ഉയർത്തുന്നതിന് സഹായിക്കുന്ന ആ പ്രോഗ്രാമിൽ നമ്മുടെ കുട്ടി നിർബന്ധമായും പങ്കെടുക്കണമെന്ന ജാഗ്രത കൂടി നമുക്കുണ്ടാകണം. അതിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ, മക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ വലിയ ചെലവുണ്ട് നമുക്കറിയാം. 4 ദിവസമായി നടക്കുന്ന സംസ്ഥാന വ്യാപകമായ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമാണ്. അപ്പം അതിൻ്റെ ചെലവിലേക്ക് അതുമായി ബന്ധപ്പെട്ട സംഘാടകർ നിങ്ങളെ സമീപിക്കുമ്പോൾ ഉദാരമായി സംഭാവന ചെയ്യാനുള്ള ഒരു മനസ്സുകൂടി കാണിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളോട് സഹകരിക്കാനും അതിനെ സഹായിക്കാനുമുള്ള സന്മനസ്സ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഇവിടെ ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ ഭാഗ്യം നൽകിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. അല്ലാഹു ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഇണകൾ, കൂട്ടുകാർ, മാതാപിതാക്കൾ, മക്കൾ, അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഫലസ്തീനിലെ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിമീങ്ങളെ സഹായിക്കണമേ. അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തണമേ. അല്ലാഹുവേ, ഞങ്ങൾ എത്രയോ ആൾക്കാർ രോഗികളാണ്, പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. കാരുണ്യവാനായ അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളുടെ ആദർശ ബന്ധുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. കാരുണ്യവാനായ അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തെ മുൻനിർത്തി, നിന്റെ ശിഫയെ മുൻനിർത്തി ഞങ്ങൾ യാചിക്കുകയാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന, ഞങ്ങളുടെ കൂട്ടുകാരും കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന എല്ലാ ശാരീരിക മാനസിക പ്രയാസങ്ങളിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة